അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓൾ ബ്രൈറ്റ് നമ്മുടെ സുഹൃത്താണ്, പുള്ളി ഇട്ടിരിക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടു പെരേരയെക്കുറിച്ച്. അതായത് ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതായത് ഒരു ചാനലുകാരൊക്കെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ വിവാദം, അത് ആറാട്ടന്റെ ലോകം എന്ന ഗ്രൂപ്പുകാര്, ആറാട്ടന്റെ ലോകം എന്ന രണ്ട് വാക്ക് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ട്രാൻസ്ജെൻഡർ വിവാദത്തെ തന്റെ പേരൊക്കെ ഉയർന്നു വന്നത് ശരിയാണോ? ശരിക്കും ശരിയല്ല. ഹിജഡ എന്ന് പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ വിവാദത്തില്. തെറ്റാണെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? ഞാൻ തെറ്റാന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഹിജഡ എന്ന് അർത്ഥം എന്ന് പറയുന്നത് ഹിന്ദി നാട്ടില് പറയുന്ന ഒരു വാക്കാണ്, മനസ്സിലായില്ലേ? അത് ഹിജഡകൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും. ദിലീപേട്ടന്റെ ഒരു സിനിമയിലും വിളിക്കുന്നുണ്ടല്ലോ. അതെ, അതല്ലല്ലോ ഇവിടെ പ്രസക്തി. ഞാൻ പറഞ്ഞോട്ടെ മോനെ. അപ്പം ആ ഒരു സംഭവം നടന്നപ്പോൾ ആറാട്ടന്റെ ലോകം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ വീണ്ടും ഈ സ്ത്രീയെ, ഈ വ്യക്തിയെ, സ്ത്രീയാണെന്ന് അറിയില്ല എനിക്ക്, ഈ വ്യക്തിയെ പിടിച്ച് ആഡ് ചെയ്ത് അവരെ മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും കേസ് കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആറാട്ടന്റെ പേരിലാണ് ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആറാട്ടന്റെ ലോകം എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയില്ല, അത് വേണമെങ്കിൽ ഇപ്പം ഇടാം. അപ്പോൾ ആറാട്ടൻ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അപ്പോൾ കുറച്ച് പയ്യന്മാർ ക്രിയേറ്റ് ചെയ്തേങ്ങനെയാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്രസ് മീറ്റ് നടത്തിയത്. ആറാട്ടനെ പ്രതികരിക്കാൻ വേണ്ടിയാണ്. പുള്ളിയുടെ പേരിൽ എന്തിനാണ് ഗ്രൂപ്പ് തുടങ്ങുന്നത് എന്ന് നല്ല രീതിയിലാണ് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അത് വിടടാ. അപ്പൊ എന്തായാലും ആ ഒരു മീറ്റപ്പിന് ശേഷം അണ്ണൻ എല്ലാവർക്കും, ഞാൻ സത്യം പറഞ്ഞ എനിക്ക് വണ്ടിക്കാശില്ലായിരുന്നു. അപ്പൊ ഇതിന് വന്നെന്ന് പെരേരെ പറഞ്ഞു അല്ലേ, ചേട്ടനും വന്നം, കാരണം എല്ലാരും വരുന്നുണ്ട്. പറഞ്ഞേ ഒന്ന് കേട്ടോ, പ്രഷറോടായിട്ട് പറഞ്ഞേ. അപ്പൊ എൻ്റെ അടുത്ത് വന്നെന്ന് പറയുമ്പോൾ പെരേര എനിക്ക് എത്താനുള്ള വണ്ടിക്കാശില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും വനം, അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടാ, കാരണം കുറച്ച് പൈസ ഉണ്ടാണ് തീർന്നു. അപ്പോൾ ചേട്ടൻ വന്നേ പറ്റൂ, കാരണം ചേട്ടനും ഇതിനകത്ത് ഉൾപ്പെട്ടതാണ്. ഹിജഡ എന്ന് പറഞ്ഞുവെങ്കിലും ഉൾപ്പെട്ട കാര്യം പ്രസ് മീറ്റ് കൊടുക്കുമ്പോൾ എല്ലാവരും വേണമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ നിശ്ചയം അതിന് കേൾക്കണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവമാണ് ഈ സംഭവം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രസ് മീറ്റ് കഴിഞ്ഞ് എല്ലാവരും ഒരു ബേക്കറിയിലേക്കാണ് ആറാട്ടണം വിളിച്ചത്. ആ ബേക്കറി കയറുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കയറിയിരുന്നെങ്കിൽ അത്ര പൈസ അവിടെ ആവില്ലായിരുന്നു അല്ലേ? ഇത് വന്നവരെല്ലാം എല്ലാ സാധനങ്ങളും വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വിലപിടിപ്പുള്ള ജ്യൂസ് കാര്യങ്ങളൊക്കെ. ഈ കുറ്റം പറഞ്ഞ വ്യക്തികൾ വരെ അവിടെ ഫുഡ് കഴിച്ചത് CCTV എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം എന്തൊക്കെയാ കഴിച്ചേക്കണത്. ഒരു മിനിറ്റ്, പെരേര എന്നെ കുറ്റം പറഞ്ഞ വ്യക്തികൾ പേരൊന്നും ഞാൻ പറയല്ല, CCTV കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെ കഴിച്ചേക്കണത്. വിലപിടിപ്പുള്ള ഞാൻ കൊല്ലുന്നു. വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്ത് നീയല്ല ഡീസന്റ് ഞാനിട്ട് വിലപിടിപ്പുള്ള ഇത് ഞാൻ പറഞ്ഞു തരും. വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നല്ലൊരു ബില്ലായി. അപ്പോൾ ഒരു സംഭവം, അതായത് എനിക്ക് 500, പെരേരയ്ക്ക് 500, ബ്രൈറ്റ് മറ്റേ ആന്റണി മാനേര് അത് പറയാണ്ട് ബ്രൈറ്റ് പറഞ്ഞുണ്ട് ഏതോ ഒരു പയ്യന് ആന്റണി എന്നുള്ള കാര്യം അവനറിയാം 500 ഫുഡ് കഴിക്കാൻ 500 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം കഴിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടായിരുന്നു ബേക്കറി പോലെ. അപ്പം ആന്റണി കേക്കടാ, ആന്റണി അതിനെക്കുറിച്ച് പറയാം. ആന്റണി ഇങ്ങനെ മറ്റേ ഫുഡ് കഴിക്കാമെന്ന രീതിയിൽ അങ്ങനെ 2000 രൂപ അണ്ണൻ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെയിലേക്ക് ഇടണ്ട, പെരേരയ്ക്ക് ഇട്ട് കൊടുത്തേരെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം പെരേര പറഞ്ഞു അപ്പൊ പെരേര പറഞ്ഞെന്ന് പറഞ്ഞാൽ ചേട്ടാ എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഫുഡ് അടിക്കാനോ ദൂരത്തടിക്കാനോ അല്ല, എനിക്ക് 500 കിട്ടണ കൊണ്ട് ഞാൻ പെരുമ്പാവൂർ പോവാണ്, ഷിയാസ്കാടെ വീട്ടിൽ എൻ്റെ ബാഗ് ഇരിക്കുന്നുണ്ട്, അതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. ആണോ അല്ലയോ? എടാ ഷിയാസ്കാടെ വീട്ടിൽ മറ്റേ ബാഗ് എടുക്കാൻ പോണ കാര്യം പറയില്ല അന്ന്. അല്ല, പോകാൻ വേണ്ടിയായിരുന്നു പ്ലാന്. പെരുമാനം എന്നോട് മെന്നെന്ന് പറഞ്ഞില്ലടാ. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു അവൻ ആ പൈസ കിട്ടി. ഇത് പെട്ടെന്ന് എന്തോ ബ്രൈറ്റ് പറഞ്ഞു 2000 ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ബ്രൈറ്റ് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ അണ്ണൻ എന്താ പറയുക 10-200 എങ്ങാണ്ട് അല്ലേ ഇട്ട് തന്നു. 200 ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പം അപ്പോൾ ബ്രൈറ്റ് കയറി പറഞ്ഞ സംഭവമുണ്ട്. ബ്രൈറ്റ് കയറി പറഞ്ഞു എൻ്റെ പൊന്നു പേരെ നിനക്കൊക്കെ നാണാവില്ല, അണ്ണൻ എന്തോ ഒരു പൈസ ചിലവാക്കിയാണ് എന്ന് നല്ല പിള്ള കളിച്ചോടെ നിന്ന് ബ്രൈറ്റ്. കാരണം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല പിള്ള കളിക്കുന്ന രീതിയിൽ, അതായത് നാണാവില്ലെന്ന് ചോദിച്ചു. കാരണം എന്ന് വെച്ചാൽ പെരേരയ്ക്ക് പൈസ ആണെങ്കിൽ ബ്രൈറ്റിനും പ്രയോജനമുള്ള അത് ഞാൻ പറയാം. കാരണം ഫുഡാണെങ്കിലും പെരേര വയറ് കുറച്ച് വാങ്ങി കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇല്ല എനിക്ക് ജ്യൂസ് ഒന്നും കിട്ടിയില്ല. ഷെയ്ക്ക് കിട്ടിയായിരുന്നു. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ വേറെ ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോ എടുത്താ. ഷെയ്ക്ക് എന്ന് പറഞ്ഞ സാധനം കുടിക്കാത്തതല്ല, ഇപ്പൊ ഇന്നും കൂടി ഞാൻ കുടിച്ചു 100 രൂപ ഷാർജ ഷെയ്ക്ക്. അപ്പൊ അന്ന് അവിടെ വെച്ച് ഷാർജ ഷെയ്ക്ക് ചോദിച്ചപ്പോഴേ ഒരു ആർട്ടിയ സ്വഭാവം ബ്രൈറ്റിന്. നീ കുടിക്കണ്ട, മീഡിയക്കാർക്ക് ഉണ്ടാക്കിയാൽ മതി. പിന്നെ വേറെ കാര്യം ഈ അവസരത്തിൽ പറയാണ്, ബ്രൈറ്റിന്റെ
കുറച്ച് കൂട്ടുകാരാണോ ഫാൻസുകാരാണെന്ന് ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൈറ്റും കൂടെ കേൾക്കുമല്ലോ, എന്തായാലും വീഡിയോ കാണും അറിയാം. അപ്പോൾ ഞാൻ ആ പയ്യനെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ആ പയ്യൻ പറഞ്ഞു, അണ്ണാ അഭിലാഷ അണ്ണനാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അണ്ണനൊന്നുമല്ലടാ അഭിലാഷ. അണ്ണാ പെരേരനെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. എന്തിനാണെന്ന് വെച്ചു. അല്ല ഇനി ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എടാ വെള്ളിയാഴ്ച പോരെ, അവൻ സിനിമയ്ക്കുണ്ട്. ഉണ്ടോ അണ്ണൊന്ന് മാറി തരും. ഞാൻ തന്നെ മാറി തന്നെ, അവൻ്റെ കാലം വെച്ച് അതിലൂടെ നടക്കണേന് ഞാനെന്തിനാ മാറി തന്നെ എന്ന് ചോദിച്ചു. അവർ അല്ല അണ്ണാ അവനൊക്കെ ഇട്ട് 2 പൊട്ടിക്കാനാ, ബ്രൈറ്റിൻ്റെ ഫാൻസാന്ന് പറയും. അപ്പോൾ ഒരു ബ്രൈറ്റിൻ്റെ ഫാൻസ് ഒന്നും ആയിക്കോട്ടെ, നിങ്ങളും അവന് തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ബ്രൈറ്റിനെ തെറി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രൈറ്റ് അവനെ തെറി പിടിച്ച് കഴിഞ്ഞ ദിവസം വേറെ ഇതുണ്ടായല്ലോ, അതുകൊണ്ട് അവൻ പിണങ്ങിയേക്കണെന്ന് പറയും. ബ്രൈറ്റിനെ കുറിച്ച് ആവശ്യമില്ലാണ്ട് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. എടാ അത് അവർ ഇത് മൊത്തം പറയട്ടാ, എടാ ഇത് ഒന്ന് തീർക്കട്ടാ പെരേരെ പറഞ്ഞ ആ വ്യക്തി മനസ്സിലാവട്ടെ. അപ്പം ബ്രൈറ്റും പെരേരയ്ക്ക് നമ്മുടെ വിഷയത്തിൽ നിങ്ങളെന്താ ഇട പറഞ്ഞത്? ഞങ്ങൾ ഇടപെടുന്നു പറയും. ശരി, അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു. ഇത് ഈ മാഹിൻമു ആറ്റുവഴയും വിഷ്ണു കൊച്ചി കാരണം ഞാനും അവിടെ ഉണ്ടാവും. നിശ്ചയുണ്ടാവും. നിശ്ചയം പറയുമ്പോൾ നിശ്ചയം പറയും ഞങ്ങളുണ്ടാവും. ഞങ്ങൾ ചിലപ്പോൾ 10,000 പേര് വന്നാലും എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു സഹോദരനാണ്. ഇവനെ തൊട്ട് കഴിഞ്ഞാണല്ലോ ചിലപ്പോൾ ഇങ്ങനെയല്ലോ വന്നവനെ വലിച്ചു കയറും. അത് വേറെ ഇതിലല്ല പറഞ്ഞത്. അന്നേരം എന്നാ സംഭവിക്കണമെന്നുള്ളത് നമ്മൾ ചാനലിൽ കയറുമെന്ന് പറഞ്ഞതല്ല. കാരണം ചെയ്തിരിക്കുന്നവരെ ചെയ്തിരിക്കും. അതിപ്പോൾ കാരണം വേറെ ഒന്നുമില്ല. ഇവൻ അവരുടെ നെഞ്ചത്തേക്ക് ഇവന് ആ നെഞ്ചത്തേക്ക് കയറാൻ പോണില്ല. പോണ്ടോ? അത്രേ ഉള്ളൂ. ഒരുത്തൻ്റെ മറ്റേ ഞങ്ങളാ മമ്മൂക്കാടെ പടം ഇറങ്ങിയ സമയത്ത് ഷെയർനായ്സിലെ മായനോർക്കല്ലേ, ഷെയർനായ്സിലെ വെച്ച് ഒരുത്തം വന്ന് പറയാൻ വന്ന ബാക്കി അനുഭവം അവിടെ നിന്നവർ കണ്ടാണ്. ബാക്കി അനുഭവം അവിടെ നിന്ന് ആൾക്കാർ കണ്ട. ഓക്കെ. അപ്പം അതുകൊണ്ട് വെല്ലുവിളിയല്ല ഈ പയ്യന്റെ മേത്തേക്ക്. ഇപ്പം നമ്മൾ എൻ്റെ കൂട്ടുകാർ പലരും ചോദിക്കാറുണ്ട്, മായനോടും ചോദിക്കാറുണ്ട്, നിങ്ങളല്ലേ അവനെ കൊണ്ടു നടക്കണേന്ന്. അതൊക്കെ ഞങ്ങൾ ചങ്കുകൾ തന്നെ ചോദിക്കണത്, മനസ്സിലായില്ലേ? അപ്പം ഇവൻ ആരും മെക്കെട്ട് കയറാൻ പാടില്ല. പക്ഷെ ഇവൻ്റെ മെക്കെട്ട് കയറി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അതിപ്പോൾ എന്താ ഏതാണെന്നൊന്നും അറിയില്ല. കാരണം വെല്ലുവിളിയൊന്നുമല്ല. പക്ഷെ ഞാൻ ആ പയ്യനോട് പറഞ്ഞു നീ പോരെ, വെള്ളിയാഴ്ച പോരെയെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച അവനെ പോയിട്ട് ഒരു മനുഷ്യൻ വന്നു. അപ്പോൾ ബ്രൈറ്റ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം, ഞാൻ പറഞ്ഞുകൊണ്ട് അവർ വരാത്തേന്ന്. അപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ ബ്രൈറ്റ് പറയാം, അഭിലാഷ് ചേട്ടനൊന്നും ധൈര്യമില്ല, അതാണ് ചേട്ടൻ ചുമ്മാ ധൈര്യം കാണിക്കില്ല, അവസരം വന്നാൽ കാണിക്കും. ബ്രൈറ്റിന് വലിയ പിടിപാടൊന്നും ഇല്ല. കാരണം ബ്രൈറ്റിന് ബ്രൈറ്റിന് വന്ന് ഇത് പറയട്ടെ, മമ്മൂക്കാനെ കുറിച്ച് ഇടിക്കും ഞാൻ. മമ്മൂക്കാനെ കുറിച്ച് പറയണം. മമ്മൂക്കാന്റെ പ്രൊഡ്യൂസേഴ്സിനെ പരിചയമുണ്ടെന്ന് പറയുന്നുണ്ട് ബ്രൈറ്റിന്. പ്രൊഡ്യൂസേഴ്സിന് അടുത്തൊരു വിവാദമാക്കല്ലേ, അതും പറഞ്ഞ് ബ്രൈറ്റ് പേടിപ്പിക്കാറുണ്ട്. അതോ സാറാ പേരെന്ന് പറയല്ലേ. അപ്പോ നമുക്ക് പറയാനുള്ള ബ്രൈറ്റ് മലയാളം ഇൻഡസ്ട്രിയില് വലിയ എന്താ പറയാ നടന്മാരായിട്ട് ഹോൾഡ് ഇല്ല. അപ്പൊ എനിക്കാണ് അത്യാവശ്യം പരിചയസമ്മതമായിട്ടുള്ളത്. കാരണം പല ഇഷ്യൂ വന്നപ്പോഴും എല്ലാ രീതിയിലും സോൾവ് ചെയ്തത് മലയാളത്തിലെ എണ്ണം പറഞ്ഞ നടന്മാർ തന്നെയാണ്. മനസ്സിലായോ? പിന്നെ വേറെ കേസ് ഉണ്ട് കേട്ടോ. ഒരു കാര്യം ഇവിടെ തല്ലാനെ കൊല്ലാനൊന്നും ഒരു കാര്യം എടാ ഒരു മിനിറ്റ് അതിന് ഒറ്റ കാര്യമുണ്ട്. പ്രേക്ഷകരോടും എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. ഈ ബ്രൈറ്റ് കേൾക്കാൻ ഒരു കാര്യം പറയട്ടോ. ബ്രൈറ്റ് ഒരു കാര്യമുണ്ട്. ഇപ്പൊ നീ പല പിള്ളേരെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ടെന്ന് അല്ലോ നിന്റെ ഫാൻസ് എന്ന് പറഞ്ഞത്. ഈ പയ്യൻ കൊണ്ടൊരു കേസ് കൊടുത്താ ഈ പയ്യൻ കൊണ്ടുപോയി എടാ പറയടാ ഒരു കംപ്ലൈന്റ് കൊടുത്താണല്ലോ എൻ്റെ പൊന്നും ബ്രൈറ്റ് നീ തൂങ്ങും. കാരണം ഇവൻ പേടിച്ച് എന്തെങ്കിലും ഡീൽ ഇവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടല്ല പറഞ്ഞത്, നീയൊക്കെ കുടുങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാന്നറിയോ, ആ പയ്യൻ വിളിച്ചിട്ട് അന്ന് കാണിച്ചു തരുന്നവർ ആ പയ്യൻ്റെ നമ്പറും സൈബർ സെല്ലിൽ കൊടുത്താൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി, അവനെ വിളിപ്പിക്കും. അവര് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാ പിള്ളേരും വിളിപ്പിക്കും. അതൊക്കെ ലോകം ഗ്രൂപ്പ് തുടങ്ങിയത് ബ്രൈറ്റാ. അന്നത്തെ ലാസ്റ്റ് ബ്രൈറ്റ് എല്ലാത്തിനും കൈ കഴിഞ്ഞു. കാരണം ബ്രൈറ്റ് ഈ പ്രസ് മീറ്റിൽ കയറിയിട്ടും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. നിഷയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിഷ കാര്യം എന്ന് പറയുന്നത് എന്താണ് RDSന്റെ ലൊക്കേഷനിൽ ബ്രൈറ്റിനെ രക്ഷിച്ചാരാ? പറയട്ടെ നീ ഇവിടെ ഇരുന്നായി ഇരിക്കണേ, നീ പൊക്കോ അവിടെ ചോദിച്ചേ.